ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് ചില്ലിയാണ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ഒരു 5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ച് 3 സവാളയും ഒരു വലിയ ക്യാപ്സിക്കവും 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞെടുക്കാം. ഈ ഒരു രീതിയിലാണ് നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞെടുക്കേണ്ടത്. തീരെ ചെറുതാകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചതുരത്തിന് നമുക്ക് അരിഞ്ഞെടുക്കാം. സവാളയും അതുപോലെ അരിഞ്ഞെടുക്കണം. പച്ചമുളകും വെളുത്തുള്ളിയും നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ മുട്ട പൊട്ടിച്ചൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കലക്കിയെടുക്കാം. എന്നിട്ട് ഒരു പാനിലോട്ട് എണ്ണ ചൂടാക്കി ഇതിനെ നമുക്ക് ചിക്കി പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ആ പാനിൽ തന്നെ കുറച്ച് എണ്ണ ചൂടാക്കി വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ പച്ചമണം മാറുന്നത് വരയ്ക്കും ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് ഒരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കവും സവാളയും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ചിക്കി പൊരിച്ച് വെച്ചിരുന്ന നമ്മുടെ മുട്ട ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂൺ ചില്ലി സോസ്, ഒരൽപ്പം സോയാ സോസ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. നന്നായി കൂട്ടി യോജിപ്പിച്ചെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ് ചില്ലിയുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ.